അമ്മ എന്ന ചലച്ചിത്ര സംഘടനയിൽ കൂട്ടരാജി. എന്തുകൊണ്ടാണ് ഇത്രമാത്രം അപഹാസ്യമായ ഒരു നിലയിലേക്ക് താരസംഘടനയും മലയാള സിനിമയും എത്തിച്ചേർന്നത്? അടുത്ത കാലത്താണ് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ അമ്മയിൽ പുതിയ ഭരണസമിതി ഉണ്ടായത്. സ്ത്രീകളുടെ പ്രാതിനിധ്യവും ഉറപ്പാക്കിയാണ് അമ്മ പുനഃസംഘടിപ്പിച്ചതെന്നതും പ്രത്യാശ നൽകി. എന്നാൽ അധികം വൈകാതെ പല താരങ്ങൾക്കെതിരെയും ലൈംഗിക ആരോപണം വന്നു തുടങ്ങി. ഹേമ കമ്മീഷൻ നടത്തിയ അന്വേഷണമാണ് ഏറെ വൈകിയാണെങ്കിലും മലയാള സിനിമാ മേഖലയിൽ നിലനിന്ന പുരുഷ കേന്ദ്രീകൃതമായ ആഭാസങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കാരണമായത്. ഈ സംഭവവികാസങ്ങൾ മലയാള സിനിമയെ കേരള സമൂഹം വെറുക്കാൻ കാരണമായിരിക്കുന്നു. ഒരു കാലത്ത് മലയാളികൾ സിനിമാശാലകൾ പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ്. എന്നാൽ അടുത്ത കാലത്ത് ആ അവസ്ഥ മാറി വരികയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ആൺതാരങ്ങളുടെ പെൺവേട്ടകൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത തരത്തിൽ സ്ത്രീയെ കാണുന്നവരുടെ സാന്നിധ്യമാണ് ഈ അവസ്ഥ സൃഷ്ടിച്ചത്. സാംസ്കാരികമായി യാതൊരു ഔന്നത്യവുമില്ലാത്തവർ പലതരത്തിൽ അമ്മയുടെ കടിഞ്ഞാൺ പിടിക്കാൻ പല കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ചരടുവലിയാണ് അമ്മയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. രാജി കൊണ്ടോ നിശബ്ദത കൊണ്ടോ ഈ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. മലയാളി സമൂഹത്തിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ പാഴ്ജീവിതമാണ് തുറന്നു കാണിക്കുന്നത്. അത് സമ്പന്നമായ ഒരു ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ കടക്കലാണ് കത്തിവെക്കുന്നതും.